അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു സ്കിൻ കെയർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടൊമാറ്റോ വന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഡെയിലി കാണുന്ന ഒരു ഐറ്റം ആണല്ലേ ടൊമാറ്റോ തക്കാളി എല്ലാ കറികൾക്കും, അതായത് മീൻകറിക്കായാലും നമ്മൾ രാവിലെ കാപ്പിക്ക് കറി നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാ കറികൾക്കും നമ്മൾ ഉൾപ്പെടുത്തുന്ന, അതായത് ചിക്കൻ കറിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു മെയിൻ ഐറ്റമാണ് നമ്മൾ ഈ ടൊമാറ്റോ. പക്ഷേ ഇത് കറികൾക്ക് മാത്രമല്ല, നമ്മുടെ ഫേസിലെ ഫേസിനകത്ത് വരുന്ന സ്കിൻ ഡാമേജ്, ഡെഡ് സ്കിന്ന്, ആക്നി പോലത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ ഈ ടൊമാറ്റോ. അപ്പോൾ നിങ്ങൾ ആരും ഈ ടൊമാറ്റോ വേസ്റ്റ് ചെയ്യരുത്. അതായത് ഇനി കുക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നെടുത്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഡെയിലി നിങ്ങൾ സ്കിൻ കെയർ ചെയ്യണം കേട്ടോ. ഡെയിലി ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ ഇനി ആരും വേസ്റ്റാക്കി കളയണം കേട്ടോ. നമ്മൾ ടൊമാറ്റോയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത് കൊളാജൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ നമ്മളെ സ്കിന്നിനെ സഹായിക്കും. പിന്നെ ആൻറ്റി ഏജിങ് മാറ്റി നല്ലൊരു യങ്ങായിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും വെച്ചിരിക്കാനായിട്ട് ഈ ടൊമാറ്റോയ്ക്ക് കഴിയും. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ മാറ്റാനും, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആക്നി, പിമ്പിൾ മാർക്ക് ഇതൊക്കെ മാറ്റാനും, നമ്മളെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് ഗ്ലോ തരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ടൊമാറ്റോ. അപ്പോൾ അറിഞ്ഞല്ലോ, ഇത്രയും ബെനിഫിറ്റ്സ് ഈ ടൊമാറ്റോയ്ക്കുണ്ട്. അപ്പോൾ ഇനി ആരും ടൊമാറ്റോ വെറുതെ കളയണ്ട. വെറുതെ കളഞ്ഞ് വെറുതെ കളയണ്ടെന്നല്ല, കഴിച്ച് കളയണ്ടെന്നല്ല, വെറുതെ കളയണ്ട. ഡെയിലി ഓരോ ടൊമാറ്റോ എടുത്ത് മാറ്റി വെച്ച് നമ്മുടെ സ്കിന്നിനായിട്ട് ഉപയോഗിക്കുക. ഞാൻ ഡെയിലി ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ് കേട്ടോ ടൊമാറ്റോ കൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് ടൊമാറ്റോ കൊണ്ട് സ്ക്രബ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ കുറച്ച് പഞ്ചസാര കൊടുത്തിട്ടുണ്ട്, ഇതിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര വെച്ചിട്ടാണ് നമ്മൾ ടൊമാറ്റോയിൽ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. വെറും ഒരു ടൊമാറ്റോ കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിന്ന് മാത്രമല്ല, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സ്ക്രബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്താൽ കേട്ടോ. ഡെയിലി സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യണം. ഡെയിലി വെറുതെ ഉള്ള ടൊമാറ്റോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസിൽ ഒരുപാട് മാറ്റം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. താഴെ 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഞാൻ തണുത്ത വെള്ളം കൊണ്ട് ഫേസ് ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പം ഒരിക്കലും നല്ലതുപോലെ പ്രസ് ചെയ്ത് ഫേസിൽ നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് സ്ക്രബ് ചെയ്യാതിരിക്കുക. സ്കിന്ന് ഡാമേജ് ആവും. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ഞാൻ സ്ക്രബ് ചെയ്തില്ലേ ടൊമാറ്റോ, അപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞേ പതുക്കെ ചെയ്തിട്ടുള്ളൂ. അത് കൂടുതലായിട്ട് ഇല്ലാതായിട്ടില്ല. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ട് തന്നെ അതിലോട്ട് കുറച്ച് കോഫി പൊടി ഉണ്ടല്ലോ, കോഫി പൊടി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചായപ്പൊടി ഇല്ലേ, അതായാലും മതി കേട്ടോ, കുഴപ്പമില്ല. തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്തോണ്ടേ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ. അപ്പോൾ ഞാൻ അതും വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്തല്ലോ ടൊമാറ്റോ, അതിപ്പോൾ നമ്മളിത് കോഫി പൗഡറൊക്കെ ഇട്ട് അത് ഡാമേജ് ആയി. അപ്പോൾ ഇനി അത് വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ടൊമാറ്റോ എടുക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ആണ്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി, കസ്തൂരി മഞ്ഞൾ, നിങ്ങൾ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി ഒന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ ചില ഉമ്മമാർ ഉണ്ടാക്കും. ആ
വളരെ ഉപകാരപ്രദമായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ തക്കാളി ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. തിരിഞ്ഞത് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇതും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്നുകൂടി നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നല്ലതുപോലെ ബ്രൈറ്റനിങ് ആക്കാൻ നമ്മൾ സഹായിക്കുമല്ലോ. എല്ലാവർക്കും അറിയാം, പണ്ട് മുതൽക്ക് പാരമ്പര്യമായിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ, പച്ച മഞ്ഞൾ, കുടമഞ്ഞൾ. അത് ഓക്കെ, ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്കിന്ന് അങ്ങ് കണ്ടാൽ അറിയാം നല്ലതുപോലെ ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് കൊടും ഭീകരനാണ് കേട്ടോ ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊരു ടൊമാറ്റോ എന്താ പറയുക കറിക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യേണ്ട, നമ്മുടെ ഫേസിൽ ഇതുപോലെയൊക്കെ യൂസ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും. ടാറ്റാ.